ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പൊതുവേ ഒരു മൂടലുള്ള ദിവസമാണ്. ഇന്നലെ വൈകിട്ടൊക്കെ നല്ല മഴയായത് കാരണം ഇന്ന് രാവിലെ നല്ല മൂടിക്കിടക്കുവാണ്, വെയിലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ലേറ്റായിട്ടാണ് എഴുന്നേറ്റ്. ജോലി ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ അടുക്കളയിലേക്ക് കയറി വന്നപ്പോഴത്തേക്കും കർമ്മസേനയിൽ നിന്ന് ആൾക്കാർ പ്ലാസ്റ്റിക്കൊക്കെ എടുക്കാൻ കവറൊക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട് വന്നേ. പിന്നെ അവർക്കുള്ള പ്ലാസ്റ്റിക്കും പൈസയൊക്കെ കൊടുത്തേ. അത് കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് കയറി ചായ വെച്ച് ഇന്നത്തെ ദിവസം തുടങ്ങാമെന്ന് വിചാരിച്ചേ. ഇന്നത്തെ ദിവസം എന്ത് ചെയ്യുമെന്നൊരു പ്ലാനിങ് ഇല്ലാത്ത ദിവസമായിരുന്നേ. അങ്ങ് ഉറങ്ങി അങ്ങ് കിടന്നു. പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടാണ് എല്ലാം തീരുമാനിച്ചത്. മഴ എനിക്ക് പൊതുവേ ഇഷ്ടമാണെങ്കിലും ഇങ്ങനെ മൂടിക്കിടക്കുന്നത് എനിക്ക് ഭയങ്കര പാടാണ്. രാവിലെയൊക്കെ നല്ല വെയിലുറച്ച് വന്നാലേ നമുക്ക് ജോലി ചെയ്യാനൊരു ഉന്മേഷവും, നമുക്ക് തുണി കഴുകാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്ത് ചെയ്യാനുള്ളൂ. മുറ്റം ക്ലീൻ ചെയ്യാനൊക്കെ അതൊക്കെ ചെയ്യാൻ തോന്നും. ഇങ്ങനെ മൂടിക്കിടക്കാൻ നമുക്ക് ഒന്നിനും തോന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉച്ച കഴിഞ്ഞ് മഴ പെയ്യുന്നത് ഭയങ്കര ഇഷ്ടം. രാവിലെ മഴ പെയ്യുന്നൊന്നും ഇഷ്ടമില്ല. അപ്പോൾ എനിക്ക് മക്കൾക്കുള്ള ചായയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വലിയൊരു തലവേദനയുള്ള കാര്യം രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമെന്ന്. അപ്പോൾ ഇന്നലെ ഒന്നും തയ്യാറാക്കിയൊന്നും വെച്ചില്ല എന്നത്തേന്. അപ്പോൾ പിന്നെ ഇങ്ങനെ ലേറ്റായി എണീക്കുന്ന ദിവസം ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്, അതൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടി മൈദമാവ് എടുക്കുന്നുണ്ട്. അത് മിക്സിയിലിട്ടൊന്ന് ഉപ്പും വെള്ളം ഒഴിച്ചൊന്ന് കറക്കിയെടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഐറ്റമാണ്. ഇങ്ങനെ താമസിച്ചൊക്കെ എണീക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഇത്. പിന്നെ പിള്ളേർക്കും വലിയ കുഴപ്പമില്ല, അവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് മിക്സിയിലിട്ടൊക്കെ കറക്കി എടുത്തിട്ട് പാൻ വെച്ചിട്ട് അത് ചുട്ടെടുക്കുന്നുണ്ട്. ഇനിയൊരു കുന്നോളം ജോലി കിടക്കുന്നുണ്ട്. ലേറ്റായി എണീറ്റതുകൊണ്ട് തന്നെ ന്യായമായിട്ട് തുണി അലക്കാനും ക്ലീൻ ചെയ്യാനും മുറ്റം ക്ലീൻ ചെയ്യാനൊക്കെ ഒരുപാട് പണിയുണ്ട്. അത് ആലോചിച്ചിട്ട് എനിക്ക് എന്താ പറയുക, സങ്കടവും വരുന്നു, ദേഷ്യവും വരുന്നു. അങ്ങനെയാണല്ലോ നമുക്ക് ജോലിയൊക്കെ ഒരുപാട് കിടക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജോലി തീരുന്നവരൊരു ടെൻഷനാണ്. അപ്പോൾ രാവിലത്തെ വ്ളോഗൊന്നും എടുത്തിട്ട് പിന്നെ ജോലിയിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വ്ളോഗ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പം ഞാൻ ഈ അപ്പമല്ല കലക്കിച്ചുട്ട ദോശ എന്നൊക്കെ പറയാം. അപ്പോൾ അത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് കറി ഇല്ലെങ്കിലും അതിന് ഞാൻ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുക്കുന്നത് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുവാണേ. അതിനായിട്ട് മിക്സിയിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും ഉപ്പും കൂടി ഇട്ട് അതൊന്ന് കറക്കിയെടുക്കണ്ടേ. അങ്ങനെ ആർഭാടങ്ങളൊന്നും ഇല്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കഴിക്കാനായിട്ട്. മക്കളൊക്കെ എണീറ്റ് വരുന്നുണ്ട്. ഇനി അവർക്കും കൊടുക്കണം, എനിക്കും കഴിക്കണം. അപ്പം തേങ്ങാപ്പാലൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ മോൾക്ക് അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കുന്നതുകൊണ്ട് വലിയ താല്പര്യമില്ല. അപ്പോൾ അവൾക്ക് മീൻകറി കൂട്ടി കഴിക്കാൻ ഇത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇന്നലെ മുളകിട്ട് വെച്ച് മീൻകറി ഇരിപ്പുണ്ട്. അപ്പോൾ അവൾ അത് കൂട്ടി കഴിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മോനും കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഇത് കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങാപ്പാലൊക്കെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഞാൻ എപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ല. ഇങ്ങനെ ഉറങ്ങി പോകുന്ന ദിവസങ്ങളിലും ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ എണീറ്റ് വരുന്ന ദിവസങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി അന്നത്തെ ദിവസം അങ്ങനെയൊക്കെ അങ്ങ് കഴിച്ചു കൂട്ടും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്? പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം, കുന്നോളം ജോലികളുണ്ട്. അതുമൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ പോകാനായിട്ട്. അപ്പോൾ എൻ്റെ ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ, ബൈ.